പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയതിന് ശേഷം അപ്പോൾ തന്നെ പറഞ്ഞിരുന്നു താൻ എലിവിഷം കഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതിയെ ആശുപത്രിയിലേക്ക് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നത്. ആശുപത്രിയിൽ എത്തിച്ച ശേഷമുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യത്തിൽ കാര്യമായ പ്രശ്നങ്ങൾ പ്രതിക്കുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. വളരെ ചെറിയ പ്രശ്നം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശം വയറ്റിലുണ്ടെങ്കിൽ അത് കഴുകിക്കളയുന്നതിനുള്ള കാര്യങ്ങളും ആശുപത്രി അധികൃതർ ചെയ്തിരുന്നു. ഇപ്പോൾ അതിനുശേഷം ആദ്യം കാഷ്വാലിറ്റിയിലേക്ക് ആണ് അഡ്മിറ്റ് ചെയ്തത്. അതിനുശേഷം മറ്റ് ഈ പറയുന്ന നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയപ്പോൾ വാർഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിലവിൽ പ്രതിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. പക്ഷേ പ്രതിയെ എപ്പോൾ ഇവിടെ നിന്നും തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾക്കായി കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും പോലീസിന് ഒരു വ്യക്തതയില്ല. ഈ മറ്റ് നടപടികൾ പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഈ ലത്തീഫിൻ്റെയും അതോടൊപ്പം തന്നെ ഭാര്യയുടെയും ഇൻക്വസ്റ്റ് നടപടികളടക്കം പൂർത്തീകരിക്കണം. 3 പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവങ്ങൾ നടന്നത് എങ്കിൽ കൂടി ഒരു ഡിവൈഎസ്പിക്കാണ് അന്വേഷണ ചുമതലയുള്ളത്. ഡിവൈഎസ്പി മഞ്ജുലാലാണ് ഈ കേസിൻ്റെ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുക. അപ്പോൾ അദ്ദേഹം അടക്കം ഇവിടെ എത്തേണ്ടതായിട്ടുണ്ട്. ഇന്നിപ്പോൾ ഈ പ്രതിയെ ഈ വീടുകളിലേക്ക് എത്തിച്ച് കൊലപാതകം നടന്ന 3 വീടുകളുണ്ട്. അവിടേക്ക് 3ഇടത്തേക്കും എത്തിച്ച് തെളിവെടുപ്പ് നടത്തുക എന്ന് പറയുന്നത് അപ്രായോഗികമായ കാര്യമാണ്. അവിടെ ഒരു അധികവൈകാരികമായ അന്തരീക്ഷം നിലനിൽക്കുന്നു. അവിടേക്ക് എത്തിക്കൽ എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. പോലീസിന് ക്രമസമാധാന പ്രശ്നങ്ങളെ അടക്കം നേരിടേണ്ടി വരും. അതിനാൽ തന്നെ ഇന്നിപ്പോൾ ഈ പ്രതിയെ അവിടേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ച് പ്രതിയുടെ മൊഴിയെടുക്കുന്നതടക്കമുള്ള കൂടുതൽ നടപടികളിലേക്ക് പോലീസിന് കടക്കാൻ കഴിയും. അത് എപ്പോഴുണ്ടാകുമെന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ ഇവിടേക്ക് എത്തിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച് ഇവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതും അധികം വൈകാതെ ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ സ്റ്റെഫിനുള്ള ഗോകുലം മെഡിക്കൽ കോളേജുണ്ട് വെഞ്ഞാറമൂട്. ആ വെഞ്ഞാറമൂട് മെഡിക്കൽ കോളേജിൽ 2 മൃതദേഹങ്ങളുണ്ട്. ആ മൃതദേഹങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും. അതോടൊപ്പം തന്നെ ഈ ലത്തീഫിൻ്റെ ഭാര്യയുടെയും മൃതദേഹം ഇവിടേക്ക് അധികം വൈകാതെ എത്തിക്കും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാവേണ്ടതുണ്ട്. മറ്റ് നടപടിക്രമങ്ങൾ ഇന്നിപ്പോൾ എങ്ങനെ ഈ കേസിൻ്റെ അന്വേഷണവുമായി മുന്നോട്ട് പോകണം എന്ന കാര്യത്തിൽ പോലീസിന് ഇപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഇല്ല എന്ന് പറയേണ്ടി വരും. കാരണം ഈ പ്രതിയെ ആശുപത്രിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം വേണം മറ്റ് കൂടുതൽ നടപടികളിലേക്ക് കടക്കാൻ. നിലവിൽ എന്തായാലും ആശുപത്രി അധികൃതർ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിക്കില്ല. പോലീസ് എപ്പോൾ ആവശ്യപ്പെട്ടാലും ഡിസ്ചാർജ് ചെയ്യാം എന്നുള്ളതാണ് ആശുപത്രിയുടെ നിലപാട്. ഇത്തരത്തിൽ എന്തോ ഒരു ശ്രമം നടത്തിയിരുന്നില്ലേ? ജീവൻ ആത്മഹത്യ ചെയ്യാൻ എന്തോ ഒരു ശ്രമം ഇതിനു മുൻപും നടത്തിയതായി പറയുന്നല്ലോ. അപ്പോൾ പ്രതിക്കും ഇത്തരത്തിൽ മാനസികമായി ഇത്തരം ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് വേണമോ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ? പോലീസ് പറയുന്നതനുസരിച്ചാണ് എങ്കിൽ പ്രതി വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യാനൊരു ശ്രമം നടത്തി. പക്ഷേ ആ ശ്രമം വിജയിക്കില്ല എന്ന് കണ്ടതിന് ശേഷം ആണ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു പ്രതി സ്വന്തം മരണം ഉറപ്പിക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നില്ല ഈ ആത്മഹത്യ എന്നുള്ളതാണ് പറയുന്നത്. അതിനുശേഷമാണ് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുന്നതും അവിടെ ചെന്ന് താൻ 6 പേരെ കൊലപ്പെടുത്തിയെന്നൊരു വെളിപ്പെടുത്തൽ നടത്തുന്നതും പിന്നീടുള്ള അന്വേഷണത്തിൽ ഉമ്മ ഒഴികെ മറ്റ് ഉള്ള എല്ലാവരും മരിച്ചു എന്നൊരു കാര്യം പോലീസിന് സ്ഥിരീകരിക്കുകയും ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ മരണം ഉറപ്പിക്കാനായിരുന്നില്ല പ്രതിയുടെ ആത്മഹത്യാ ശ്രമം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കണക്കാക്കുന്നത്. വളരെ ചെറിയ ഒരു അംശം വിഷം മാത്രമാണ്, എലിവിഷം എന്നാണ് പ്രതി പറഞ്ഞിരിക്കുന്നത്. വളരെ ചെറിയ അംശം മാത്രമാണ് വയറ്റിനുള്ളിലേക്ക് പോയിരിക്കുന്നത്. അത് ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. അപ്പോൾ ഈ പ്രതി മറ്റുള്ളവരെ കൊലപ്പെടുത്തിയ ശേഷം മരിക്കാനൊരു ശ്രമം നടത്തി. പക്ഷേ അത് ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് പോയത്. അതിനാൽ പോലീസ് അതിനെ വലിയ ഗൗരവത്തിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രതി അങ്ങനെ ആരോടും അധികം സംസാരിക്കുന്ന ആളായിരുന്നില്ല എന്നുള്ളതാണ് പോലീസുമായി സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. തൊട്ടടുത്ത വീട്ടുകാരോട് പോലും അങ്ങനെ അധികം ബന്ധമുണ്ടായിരുന്നില്ല. ഏറ്റവും അടുപ്പം കാണിച്ചിരുന്നത് സഹോദരനോട് മാത്രമാണ്. അതിനാൽ തന്നെ പ്രതിയുടെ ഒരു പശ്ചാത്തലം അന്വേഷിക്കാൻ നാട്ടുകാരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. അധികം വിവരം അവിടുന്ന് ലഭിക്കാനില്ല എന്നുള്ളതാണ് പോലീസിൻ്റെ ഒരു പ്രാഥമിക നിഗമനം.